Very good evening. Praise the Lord. ഒന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ജോജി അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മ, പാരിഷ് ഓഫീസ് ബെയറേഴ്സ്, ഇടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇന്ന് ഏറ്റവും ആത്മനിറവോടെ ഗാനങ്ങൾ ആലപിച്ചതായിട്ടുള്ള ഗായക സംഘ അംഗങ്ങളെ, ഇടവകയിലെ senior members, loving children, and all the youngsters, എല്ലാവർക്കും കർത്താവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതൊരു അത്ഭുതമായി തന്നെ തോന്നുകയാണ്. സ്വപ്നത്തിൽ കാണാത്തതായിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ ഞാൻ അമർന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് സാഹചര്യങ്ങളുണ്ടായി. അതേപറ്റി അടുത്ത ദിവസം നിങ്ങൾ സാക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവ് എനിക്ക് വിടുതൽ തന്ന് ചിന്തിക്കാൻ, സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തതായിട്ട് അനുഭവത്തിൽ ഈ കാനഡയിലേക്ക് കടന്നു വരുവാൻ കാൽഗറി ഇടവകയിൽ ഇന്ന് പ്രിയപ്പെട്ട അച്ഛനോട് നിങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ തക്കവണ്ണം ദൈവം ചെയ്ത കൃപ അപാരമാണ്, അനന്തമാണ്, വാക്കുകൾ വർണ്ണിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ചേർന്ന് പറയട്ടെ, സംഗതി ഈ സാംസനോട് ചേർന്ന് പറയട്ടെ, ഇത് യഹോവയാൽ സംഭവിച്ചു, എൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിന് 1000 നന്ദിയും സ്തോത്രവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ആമുഖവാക്കൾ സൂചിപ്പിച്ചല്ലോ എൻ്റെ ഇവിടേക്കുള്ള വരവിൻ്റെ കാരണങ്ങളൊക്കെ. എൻ്റെ ഇളയ സഹോദരി ന്യൂയോർക്കിൽ താമസിക്കുന്നു. അവളുടെ ഇളയ മകളുടെ കല്യാണം ജൂലൈ മാസം 7-ാം തീയതി ആയിരുന്നു. പങ്കെടുക്കാൻ തക്കവണ്ണം ഞാനും പ്രിയപ്പെട്ട കൊച്ചമ്മയും അവിടെ കടന്നു വന്നു. നാളുകളായിട്ട് കൊച്ചമ്മയുടെ സഹോദരൻ ഇവിടെ പറഞ്ഞതുപോലെ ജോർജ് ജേക്കബ് ടിറ്റോയും സൂസിയും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ, അവരെ വിസിറ്റ് ചെയ്യാനായിട്ടും. ന്യൂയോർക്കിലെ വരെ പറഞ്ഞുകൊണ്ട് അവരെ മുൻകൂട്ടി തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു. നിർബന്ധവും സ്നേഹവും ഏറെ ഉള്ളവരാണ് ആ പ്രിയപ്പെട്ട കുടുംബം. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തലവണക്കി ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് കാൽഗറിയിലേക്ക് വരാനിടയായി. ആ വരവ് അല്പം കൂടെ നീണ്ടു. വാൻകൂവറിൽ കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നിച്ച് പ്രിയപ്പെട്ട അച്ഛനോടും അവിടുത്തെ പാരിഷ് മിഷൻ ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ എഡ്മണ്ടൺ ഇടവകയിലായിരുന്നു. അതിന് പ്രിയപ്പെട്ട ടിറ്റോയും സൂസിയും അവസരങ്ങളൊക്കെ ഒരുക്കി തന്നു. അച്ഛൻ ഞങ്ങളെ ക്ഷണിച്ചു. ഇവിടേക്കുള്ള വരവാണ് പ്രിയപ്പെട്ട ജോജി അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇടവകയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ചില മാസങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ കാണാത്തതായിട്ടുള്ള ഒരനുഭവമാണ്. ഇന്ന് അതിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കിയത് എന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ സാക്ഷ്യം പറയട്ടെ. ഏറെ സന്തോഷം ഇന്ന് നിങ്ങൾ നടുവിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ ഇടവകയിൽ പല പരിചിത മുഖങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കുടുംബ അംഗങ്ങളെ ഈ ഇടവകയിൽ ലെജി ആൻഡ് ഫാമിലി, മുൻപ് ഞാൻ സേവനം ചെയ്തതായിട്ടുള്ള ഇടവകയിലെ പ്രിയപ്പെട്ട അംഗങ്ങളുടെ മക്കൾ ഇവിടെയുണ്ട് കുടുംബങ്ങളായി. എൻ്റെ ബന്ധുക്കളുടെ അതുപോലെ തന്നെ സ്നേഹിതരുടെ ഒക്കെ മക്കൾ ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന കുടുംബങ്ങളായിട്ട് താമസിക്കുന്നു. ആ വിധത്തിൽ എൻ്റെ സ്വന്തം ഇടവകയായിട്ടുള്ള മുളക്കടവകയിലെ അങ്ങളുടെ മക്കൾ ഇടവകയിലുണ്ട്. ആ വിധത്തിൽ അവരെ കണ്ടുമുട്ടുവാനായിട്ടും ഈ ദിവസങ്ങളിലെ കൂട്ടായ്മ ആചരിപ്പാൻ തക്കവണ്ണം ഇടയായതിൽ മനസ്സ് ഏറെ സന്തോഷിക്കുകയാണ്. ദൈവത്തെ അതോർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾ അല്പം കടന്നുപോയി എന്നെപ്പറ്റി പറഞ്ഞത്. ആ സ്നേഹം അച്ഛൻ്റെ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ പറഞ്ഞ് എനിക്കറിയാം. ഞാൻ ബലഹീനനാണ്, കുറവുള്ളവനാണ്. കർത്താവിനെ ഏൽപ്പിച്ചതായിട്ട് സൂക്ഷ കഴിഞ്ഞ 37 വർഷക്കാലം വിശ്വസ്തമായി ചെയ്യാൻ തക്കവണ്ണം കർത്താവിനെ സഹായിച്ചു. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും ഞങ്ങൾ നേരത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. പ്രിയപ്പെട്ട അച്ഛനും എൻ്റെ വൈഫുമായിട്ടുള്ള ആ ഒരു കുടുംബ പ്രദേശ സഭാപരമായിട്ടുള്ള ബന്ധങ്ങൾ
വർഷം മുമ്പ് ഉള്ളതാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ, ഞങ്ങൾ ആയിരുന്നതായിട്ടുള്ള കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ 2013 6 മാസം LTC എന്ന പ്രോഗ്രാം ബന്ധപ്പെട്ട ലൈവ് സ്റ്റൈറ്റ് ഫോർ ക്രൈസ്റ്റ് ബന്ധപ്പെട്ട് 6 മാസം അവിടെ സേവനം ചെയ്യാൻ തക്കവണ്ണം വോളണ്ടറിയായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് കൊച്ചമ്മയുടെ വിവാഹമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് കൊച്ചമ്മയുടെയും കുടുംബാംഗങ്ങളെയൊക്കെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഒന്നുകൂടെ ആ ബന്ധങ്ങളെ പുതുക്കാനായിട്ട് സ്നേഹം പങ്കുവെക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്നെ ഈ ദിവസങ്ങളിലൊക്കെ വളരെയധികം ഞങ്ങളെ സൽക്കരിച്ചവർ, വ്യത്യസ്തങ്ങളായ ഞങ്ങളുടെ യാത്രയ്ക്കൊക്കെ സഹായം ചെയ്യുന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, കൂട്ടായ്മയ്ക്ക് വേണ്ടി കരങ്ങൾ നീട്ടിയവർ, എല്ലാവരോടും ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ആഴത്തിലും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മൾ 2-3 ദിവസം ദൈവം മുമ്പാകെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ഇരിക്കുന്ന അവസരങ്ങളാണല്ലോ. നമുക്കറിയാം, ഫിലിപ്പിയിലെ പ്രദേശത്തേക്ക് പൗലോസ് കടന്നു വന്നപ്പോൾ ആദ്യം പ്രവേശിക്കുമ്പോൾ പുഴവക്കത്ത് ആയിരുന്നതായിട്ടുള്ള ആളുകളോടാണ് പൗലോസ് സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കുന്നു, അവിടെ ആ വചനം കേട്ടതായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന സ്ത്രീ. അവളുടെ കാതുകൾ മാത്രമല്ല തുറന്ന് വചനത്തിന് വേണ്ടി, നാം മനസ്സിലാക്കുന്ന ഹൃദയം കൂടെ അവൾ തുറന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ കൺവേർട്ടായിട്ട് യൂറോപ്പിൽ എഴുന്നേറ്റപ്പെട്ട സ്ത്രീയാണ് ലുദിയ എന്ന സ്ത്രീ. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ആദ്യത്തെ സഭ ഉളവാകുകയാണ്. ഈ ദിവസം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, കാതുകളോട് ശ്രവിക്കുക മാത്രമല്ല, പിന്നെയോ ഹൃദയം തുറന്ന് വചനം സ്വീകരിച്ച് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ദേശത്ത് പാർത്ത് വിശ്വസിച്ചാചരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നൽകിയതായിട്ടുള്ള സമയത്തിൻ്റെ ചില കൺസ്ട്രെയിൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആമുഖവാക്കുകൾ അധികം പറയാതെ നിങ്ങളെല്ലാവരുടെ ചിന്ത ഞാൻ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 8. എബ്രായർ 11-ന്റെ 8-ാമത്തെ വാക്യം. By faith Abraham, when called to go to a place he would later receive as his inheritance, obeyed and went even though he didn't know where he was going. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയമാശ്വസിക്കും. കോരിരുളിൻ താഴ്വരയിൽ ദീപമതാ മൊഴികൾ. കോരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ നിൻ്റെ പാദപീഠം ചേർന്ന് വരുന്നു. ബലഹീനായ അടിനാവോട് കൂടെ നീ ഇരിക്കണമേ. എല്ലാവരും ഹൃദയത്തിൻ്റെ ചിന്തകളെ അവിടുന്ന് പാവനമാക്കി തീർക്കണമേ. കുറവുകളെ ക്ഷമിക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഇവിടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെയും പ്രാർത്ഥനയിൽ നമ്മൾ സ്മരിച്ചതുപോലെയും ഈ ദിവസം ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം വിറ്റ്നസിങ് ക്രൈസ്റ്റ് ഇൻ ദ കണ്ടംപററി വേൾഡ് എന്നുള്ളതാണല്ലോ. ക്രിസ്തു സാക്ഷ്യം ആനുകാലിക കാലഘട്ടത്തിൽ. നാം എല്ലാവരും കർത്താവായ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണല്ലോ. ക്രിസ്തുവിൽ വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട ഗണമാണ് നമ്മളെല്ലാവരും. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം വിശ്വാസപ്രഖ്യാപനം നടത്തിയതായിട്ടുള്ള തോമസ് അപ്പോസ്തലൻ്റെ ഭാരതത്തിലെ മലങ്കരയിലെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പൂർവ്വന്മാർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് കാൽഗറിയിൽ ഈ സമയത്ത് ഒന്നിച്ച് ഈ ദേവാലയത്തിൽ ദൈവ ആരാധനയിലും ദൈവധ്യാനത്തിലും ആയിരിക്കുന്നത്. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. വി ആർ കോൾഡ് ടു ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്.
That calling is for witnessing Christ. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷി നിർവഹണത്തിന് വേണ്ടിയാണ് എന്ന് ഒരിക്കലും നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ സാക്ഷ്യ അനുഭവത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഉണ്ടാകേണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു വിശ്വാസമാണ്. ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ്. The first stage of witnessing is the faith in God, in faith in Christ. ദൈവത്തിലുള്ള അവൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമാണ് സാക്ഷ്യത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ബൈബിളിൻ്റെ തുടക്കത്തിൽ ദ ബുക്ക് ഓഫ് ജെനിസിസ് വായിക്കുമ്പോൾ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, ദ ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ 12, അവിടെ അദ്ദേഹത്തിൻ്റെ ദ ഫെയ്ത്ത് ഹിസ്റ്ററി, വിശ്വാസ ചരിത്രം വ്യക്തമായി നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. അത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അബ്രഹാം പിതാവാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന വേദപുസ്തകം വ്യക്തമായിട്ട് വിശേഷിപ്പിച്ചതായിട്ടുള്ള അബ്രഹാമിൻ്റെ ജീവിതത്തെപ്പറ്റി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ സാക്ഷ്യ നിർവഹണത്തിന് വേണ്ടി വിശ്വാസാനുഭവത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചില ഏടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ദ ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1-4, ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനുണ്ടായതായിട്ട് ദൈവത്തിൻ്റെ വിളിയെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് ഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. The Lord has said to Abraham, go from your country, your people and your father's household to the land I will show you. I will make you into a great nation and I will make your name great and you will be blessing. You will be a blessing. I will bless those who bless you and whoever curses you I will curse. And all peoples on earth will be blessed through you. So Abraham went as the Lord has said. ദൈവത്തിൻ്റെ വിളി അബ്രഹാമിന് ഉണ്ടാകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി, 4 വാക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഈ വിളിയിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഗോഡ്സ് കോൾ ഈസ് ഓൾവേസ് എ റിസ്കി കോൾ. ദൈവ വിളി എന്ന് പറയുന്നത് അത്ര സുഖകരമായ വിളിയല്ല, അത് ആപൽ സന്ധികളുള്ള വിളിയാണ്. എന്താണ് വാസ്തവം അബ്രഹാം ഇത് അനുഭവിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്? ഈ ദൈവത്തിൻ്റെ വിളിയിൽ ചില പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ലിവിങ് ദ കൺട്രി, സ്നേഹിക്കുന്ന നാടിനെ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ലിവിങ് ഹിസ് ഓൺ പീപ്പിൾ, സ്നേഹിച്ചതായിട്ടുള്ള സ്വന്തക്കാരോട് യാത്ര പറഞ്ഞ് പോകണം. അത് മാത്രമല്ല, ലിവിങ് ദ ഫാദേഴ്സ് ഹൗസ് ഹോൾഡ്, ചാർച്ചക്കാരോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് പോകണം. നിശ്ചയമായി നമുക്കറിയാം അങ്ങനെയുള്ള യാത്ര പറച്ചിൽ വേദനാപൂർണമാണ്, മാനസിക സംഘർഷം ഏറെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ഈ പ്രതിസന്ധി ഏറെയാക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് ക്ലിയർ. ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്നിടത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ, അപ്പോൾ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണെങ്കിൽ ബുദ്ധിമുട്ടില്ല, യാത്ര പുറപ്പെടാം. പക്ഷെങ്കിൽ ഹിയർ ദ ഡെസ്റ്റിനേഷൻ ഈസ് അൺസർട്ടൻ. അതുകൊണ്ട് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് ക്ലിയർ. ലക്ഷ്യസ്ഥാനം പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ഇടത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓർക്കുക, ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് അബ്രഹാം മനസ്സിലാക്കുന്ന ഒരു റിസ്കി കോളാണ്. പക്ഷെങ്കിൽ മറുവശമായി നാം മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ വിളിയിൽ അവൻ കാണുന്നത് നിറഞ്ഞ വാഗ്ദാനങ്ങളാണ്. ഗോഡ്സ് കോൾ ഈസ് എംബ്രഡ് വിത്ത് ലോട്ട് ഓഫ് പ്രോമിസസ്. എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഐ വിൽ മേക്ക് യു ഇൻടു എ ഗ്രേറ്റ് നേഷൻ ആൻഡ് ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഐ വിൽ ബ്ലെസ് ദോസ് ഹു ബ്ലെസ് യു and whoever curses you I will curse and all peoples on earth will be blessed through you. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇതാ വ്യക്തമായി അനാവരണം ചെയ്യുകയാണ്. ദൈവം വിളിക്കുമ്പോൾ ആ വിളിയിൽ റിസ്ക് ഉണ്ട്, പ്രതിസന്ധി ഉണ്ട്. എങ്കിൽ തന്നെയും മറുവശത്ത് ഈ അബ്രഹാം കാണുന്നത് ദൈവത്തിൻ്റെ വിളിയിലുള്ള നിറഞ്ഞ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തിൽ ഞാൻ പറയട്ടെ, അബ്രഹാം ഈ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ തുലാസിൽ ഈ സാധനം നോക്കുന്നത് പോലെ ഒരു ത്രാസിൽ ദൈവത്തിൻ്റെ വിളിയോടുള്ള പ്രതിസന്ധി കിട്ടു. ഇങ്ങേ തട്ടിൽ അവൻ ഇടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അവൻ വ്യക്തമായി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവവാഗ്ദാനങ്ങളുടെ തട്ട് ഉയരുന്നില്ല, അതേറെ ഭാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിസ്കിനേക്കാൾ അപ്പുറത്തായി
ദൈവത്തിൻ്റെ വിളിയിൽ നിറഞ്ഞ വാഗ്ദാനങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ പാലിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ യെസ് എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് ഓർക്കുക, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ കീപ്പിംഗ് ഹിസ് ഡിവൈൻ പ്രോമിസസ്. ആ ഒരു വലിയ വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നത് കൊണ്ട് ഈ വിളിയോട് അവൻ നോ പറഞ്ഞില്ല. ഈ വിളിയോട് ഭക്തിപൂർവ്വം വിധേയപ്പെട്ടുകൊണ്ട് അവൻ യെസ് പറഞ്ഞ് യാത്ര പുറപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കാണുന്നത്. എബ്രഹാം obeyed God's call. He set out his journey keeping his faith in God who called him. അവനെ വിളിച്ച ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് അവൻ യാത്ര പുറപ്പെടുന്ന കാഴ്ച നമ്മൾ 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു, യാത്ര പുറപ്പെട്ടു. വിശ്വാസം പിന്നീട് ഈ യാത്രയിൽ സാക്ഷ്യമായി പരിണമിക്കുകയാണ്. ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം, ഈ വിശ്വാസാനുഭവത്തിലേക്ക് വന്നതായിട്ടുള്ള അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ വിശ്വാസത്തിൻ്റെ ഓരോ പടികളും കയറി അത് സാക്ഷ്യാനുഭവം വിറ്റ്നസ്സായിട്ട് പരിണമിക്കുന്നതായിട്ടുള്ള ശ്രേഷ്ഠകരമായ ഒരു അനുഭവം നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യയെങ്കിൽ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് വിറ്റ്നസ്, സാക്ഷ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനങ്ങൾ, പടികൾ അബ്രഹാം കാണിച്ചു തരുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ദിവസത്തെ ഈ സമയം ഞാൻ ദൈവാത്മാവിൽ വേപ്പെന്തൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒന്നാമത്തെ പടി, സാക്ഷ്യത്തിൻ്റെ ഒന്നാമത്തെ പടി അബ്രഹാം എൻ്റെയും നിങ്ങളുടെയും വരച്ചു കാട്ടുന്നത് ജെനസിസ് 12:8, 12-ാം അധ്യായം 8-ാമത്തെ വാക്യം. 12:8 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. From there he went on toward the hills east of Bethel and pitched his tent with Bethel on the west and Ai on the east. There he built an altar to the Lord and called on the name of the Lord. ഹായി കിഴക്കും ബെഥൽ പടിഞ്ഞാറുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ വാസ്തവത്തിൽ ഈ വിശ്വാസത്തിലെ പ്രവേശിച്ചതായിട്ടുള്ള അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ്റെ സാക്ഷ്യമായി എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വരച്ചു കാണിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവം എന്ന് പറയുന്നത് ദൈവ ആരാധന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർക്കുക, അബ്രഹാമിൻ്റെ ജീവിതം കാണുന്നത് ദൈവ ആരാധന ജീവിതത്തിൻ്റെ പ്രഥമ കർത്തവ്യമായി, ഡ്യൂട്ടിയായി, ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത വ്യക്തിയാണ് അബ്രഹാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അബ്രഹാം സെറ്റ് ഗോഡ്സ് വർഷിപ്പ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അജൻഡ ഇൻ ഹിസ് ലൈഫ്. 1, 2, 3, 4, 5, 6 എന്ന് അബ്രഹാം എഴുതിയെങ്കിൽ ജീവിതത്തിലെ എന്തെല്ലാമാണ് എൻ്റെ കർത്തവ്യങ്ങൾ എന്ന് ചിന്തിച്ചെങ്കിൽ ആ നമ്പർ 1ൻ്റെ നേരെ എഗൻസ്റ്റായിട്ട് അബ്രഹാം കോറിയിട്ടതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. മറ്റൊന്നുമല്ല, ദൈവാരാധന എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കർത്തവ്യമായി, ഒന്നാമത്തെ ഡ്യൂട്ടിയായി, ഒന്നാമത്തെ കൃത്യമായി അബ്രഹാം കണ്ടത് ദൈവ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഒരു നൊമാഡിക്കായി യാത്ര ചെയ്തതായിട്ടുള്ള ഈ ഒരു അബ്രഹാം എവിടെയെല്ലാം പോയി ടെൻ്റ് അടിച്ച് താമസിച്ചോ അവിടെയെല്ലാം മറന്നു കളയാതെ യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എവിടെയെല്ലാം അവൻ താമസിച്ചോ കൂടാരം അടിച്ച് അവിടെയെല്ലാം മറന്നു കളയാതെ, വിട്ടുകളയാതെ ഈ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രതിഫലനമായി യാഗപീഠം പണിത ദൈവത്തെ ആരാധിച്ചു എന്ന് വേദപുസ്തകം ശക്തമായി നമ്മോട് പറയുകയാണ്. എന്തിനാരാധന? പ്രിയപ്പെട്ടവരെ, വർഷിപ്പ് ഫോർ ഗോഡ്സ് ഗ്ലോറി. ഇവിടെ ഒന്നിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി. എന്തിനാരാധന? ഫോർ എൻറിച്ചിങ് അവർ ഫെയ്ത്ത്. എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടിയാണ് ദൈവാരാധന എന്ന് മറന്നു കളയരുത്. എന്തിനാരാധന? ഫോർ ഡെലിവറൻസ് ഫ്രം ഓൾ ഈവിൽസ്. തിന്മയുടെ ശക്തിയുടെ മേലെ ജയം ലഭിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് എന്ന് ദൈവം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഫോർ എൻഹാൻസിങ് ആൻഡ് എക്സ്റ്റെൻഡിങ് ദ ഫെലോഷിപ്പ്, ദ സ്പിരിച്വൽ ഫെലോഷിപ്പ്. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും അതിൻ്റെ വൈപല്യത്തിനും വേണ്ടിയാണ് ആരാധിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ദൈവാരാധന എത്രമാത്രം പ്രാമുഖ്യമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണെന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട അവസരമാണ് ഈ കാലഘട്ടം എന്ന് ഓർക്കുക. കണ്ടംപററി വേൾഡ് നമുക്കറിയാമല്ലോ, യൂറോപ്പിലൊക്കെ നമുക്കറിയാം, ആരാധനയ്ക്ക് വേണ്ടി നിബിഡങ്ങളായിരുന്നതായിട്ടുള്ള ആലയങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആരാധന ആലയങ്ങളൊക്കെ ഇന്ന് ആളുകൾ ആരാധിക്കാൻ ഇല്ലാതെ വണ്ണം പബ്ബുകളായി മാറ്റപ്പെടുകയാണ്,
റെസ്റ്റോറൻ്റായിട്ട് അത് പരിണമിക്കുകയാണ്, ആംഫി തിയേറ്ററായിട്ട് അത് മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവാരാധനയ്ക്ക് ഈ അബ്രഹാം ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുവെങ്കിൽ തലമുറയെ നേരിടുന്നതിനായിട്ട് ദൈവാരാധന 1-ാം സ്ഥാനത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തലമുറയെപ്പറ്റി വിലപിക്കാതെ ദൈവാരാധനയിൽ അവരെ കൂടെ ചേർത്ത് പിടിച്ചു കൊണ്ട് പോകാൻ തക്കവണ്ണം സാധിക്കുമെങ്കിൽ തലമുറകൾ ദൈവത്തെ ആരാധിക്കാൻ മറക്കാതെ വണ്ണം ദൈവാരാധന നിശ്ചയമായിട്ടും അനന്തമായിട്ട് നടത്തപ്പെടുന്ന അനുഭവം ഭൂമിയിൽ ഉണ്ടാകും. എവിടെ ആരാധനയ്ക്ക് നമ്മൾ മടിക്കുന്നുവോ, അതിന് സ്ഥാനം കൊടുക്കാതിരിക്കുന്നുവോ, തലമുറ നഷ്ടപ്പെട്ടു പോകും എന്നതിന് അനേക സാക്ഷ്യ അനുഭവങ്ങളുണ്ട്, അനേക സംഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, പാട്ടുകാരൻ, ഭക്തനായ പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടും, ദേഹം ദേ ആത്മാവിൽ സമാധാന സന്തോഷം നാഥൻ നൽകിടോ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ആമേൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, ഇന്ന് പ്രാപിക്കാം. തിന്മയുടെ മേൽ വിടുതൽ ലഭിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് എന്ന് പാട്ടുകാരൻ ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നതായിട്ടുള്ള വേളയാണിത്. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, മറന്നു കളയാതെ പോയ ഇടങ്ങളെല്ലാം യാഗപീഠം പണിതു, യഹോവയെ ആരാധിച്ചു. രണ്ടാമത് സാക്ഷ്യത്തിൻ്റെ പടി എന്ന് പറയുന്നത് 13th chapter verse 8 and 9, ഉൽപ്പത്തി 13 8 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു. So Abraham said to Lot, let's not have any quarreling between you and me, or between your herdsmen and mine, for we are brothers. Is not the whole land before you? Let's part company. If you go to the left, I will go to the right. If you go to the right, I will go to the left. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവകൽപ്പന പ്രകാരം ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച വ്യക്തിയുണ്ട്. നാം കാണുന്നു ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. അബ്രഹാം സഹോദരപുത്രനാണ് ലോത്ത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അവർ നമ്മൾ വായിക്കുന്നു, തെക്കേ ദേശത്ത് വന്ന് പാർക്കുന്നവർ. ഇഷ്ടം പോലെ കന്നുകാലികൾ അബ്രഹാമിനുണ്ട്, ഇടയന്മാരുമുണ്ട്. ലോത്തിനും ഇഷ്ടം പോലെ കന്നുകാലി സമ്പത്തുണ്ട്, ഇടയന്മാരുമുണ്ട്. അവിടെ നാം വായിക്കുന്നത്, അധ്യായത്തിൽ കാണുന്നത്, രണ്ട് കൂട്ടരും വന്ന് പാർത്തതായ സ്ഥലത്ത് അവർക്ക് ഈ ആടുകൾക്കും കന്നുകാലികൾക്കും മേയത്തെക്കൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നില്ല, മതിയായ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഇടയന്മാർ, ലോത്തിൻ്റെയും അബ്രഹാം ഇടയന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി. വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വർത്തമാനം അബ്രഹാം കേൾക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ച് ഏറ്റവും ഭംഗിയായ വിശ്വാസത്തിൻ്റെ സാക്ഷി നിർവഹണമായി പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ് 8 9 വാക്യങ്ങൾ. നാം തമ്മിൽ സഹോദരന്മാരല്ലയോ? ദേശമല്ല നിന്റെ മുൻപാകെ ഇല്ലയോ? ചേർത്ത് പറയട്ടെ, ഞാൻ അത് വ്യാഖ്യാനിച്ച് പറയുകയാണ്. സാഹോദര്യ ബന്ധം തകർക്കാൻ ഇടയാകരുത്. സാഹോദര്യ ബന്ധങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിവിടെ താമസിച്ചുകൊണ്ട് ബന്ധങ്ങൾ ഭംഗിയായി സൂക്ഷിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം പേർപിരിയാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നാം കാണുന്നത്. സാഹോദര്യ ബന്ധത്തെ മുറിയാതെ കാത്തു സൂക്ഷിച്ചതായിട്ടുള്ള അബ്രഹാം kept strongly the brotherly relationship intact. നാം ഓർക്കുക, he kept brotherly relationship unbroken. മുറിഞ്ഞു പോകാതെ, ഒരിക്കലും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സാഹോദര്യ ബന്ധത്തെ ഭംഗിയായി സൂക്ഷിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം നിറവേറ്റിയതായിട്ടുള്ള അബ്രഹാമിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് വ്യക്തമായി നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളുടെ, നമ്മളുടെ ക്രിസ്തു സാക്ഷ്യത്തിനായിട്ട് പ്രധാന സ്പേസാണ് സാഹോദര്യ ബന്ധമെന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള സാക്ഷ്യാനുഭവത്തിന് പ്രധാനപ്പെട്ട ഇടമാണ്
നമ്മുടെ സാഹോദര്യ ബന്ധങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്കിൽ വായിക്കുന്നുണ്ട്. എനിവൺ ഹു ഡസ് നോട്ട് ലവ് റിമെയിൻസ് ഇൻ ഡെത്ത്. സഹോദരനെ സ്നേഹിക്കാത്തവൻ വസിക്കുന്നത് മരണത്തിലാണ് എന്ന് യോഹന്നാൻ നമുക്ക് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 3-ാമത്തെ വാക്യം, 1 John 3:16 പ്രകാരം കാണുന്നു, നാമും സഹോദരനു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ആൻഡ് വി ought to lay down our lives for our brothers and sisters. ഇതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല. സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ജീവനെ, പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ദൈവവചനം വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. 1 John 4:20 അവിടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാണ്? കള്ളനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ അവൻ കള്ളനാണെന്ന് വ്യക്തമായി യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മോട് വ്യക്തമായി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹോദര ബന്ധങ്ങൾ എത്രമാത്രം സ്ഥാനമുണ്ട്? എവിടെയെങ്കിലും ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടോ? നമ്മൾ സാമ്പത്തികമായ ഉന്നമനം വരുമ്പോൾ, സ്റ്റെബിലിറ്റി വരുമ്പോൾ, ആരുടെയും മോശാരവും സപ്പോർട്ടുമില്ല ജീവിക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും അറുത്ത് മുറിക്കുന്നത് സഹോദര ബന്ധങ്ങളാണ്. സാക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനം വ്യക്തമായി പറയുന്നു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പറയുന്നതാണ്, നാം തമ്മിൽ സഹോദരന്മാരല്ലയോ, ബന്ധങ്ങൾ മുറിച്ചു കളയരുത് എന്ന്. 40 വർഷങ്ങൾക്ക് മുമ്പ്, 40 years ബാക്ക്, ഒരു യുവാവ് ഡിഗ്രി പഠനം കഴിഞ്ഞു, PG കോഴ്സും കഴിഞ്ഞ ശേഷം സെമിനാറിൽ പോകേണ്ടൊക്കെ ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചിലർക്കെല്ലാം അറിയാം, 70s ഹാഫ് ഇയേഴ്സ് കഴിയുമ്പോൾ 80s ആദ്യ ഘട്ടങ്ങളിലൊക്കെ, അതായത് 1970 രണ്ടാം ഭാഗത്തും 80 ആദ്യ ഭാഗങ്ങളിലൊക്കെ തിരുവല്ല, കോഴഞ്ചേരി, പുല്ലാട്, അതുപോലെ തന്നെ റാന്നി, ചെങ്ങന്നൂർ, ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു റിവൈവൽ ടീം എന്നൊരു ടീം ഉണ്ടായിരുന്നു. പുല്ലാട് കേന്ദ്രമാക്കി അവരനേക ഇടവുകളിലേക്ക് കടന്നു ചെയ്യുന്ന യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് മദ്യപാനത്തിലും ദോഷം കഴിയുന്നതായിട്ട് യുവാക്കളെ സംഘടിപ്പിച്ച ശേഷം റിവൈവൽ മീറ്റിംഗ് നടത്തി അനേക യുവാക്കളെ ദൈവഭാഗത്തെ കൊണ്ടുവരാൻ തക്കവണ്ണം ശ്രമിച്ചു. പലർക്കും അറിയാവുന്നതുപോലെ മർത്തോമ സർക്കിൾ അറിയാവുന്ന പാവു പുല്ലാട്, ജോയി പുല്ലാടൊക്കെ അതിൻ്റെ വക്താക്കളായിരുന്നു, അതിൻ്റെ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ 1982 എൻ്റെ ഇടവകയിലും ഒരു മീറ്റിംഗ് ക്രമീകരിക്കുകയുണ്ടായി. അവർ 2 ദിവസത്തേക്ക് മീറ്റിംഗ് ക്രമീകരിച്ചു. ആ മീറ്റിംഗ് ഉപവാസ പ്രാർത്ഥനയാണ്, പള്ളിയിലാണ് കൂടുന്നത്. അന്ത വികാരി സപ്പോർട്ട് അവർക്ക് കൊടുത്തു. യുവാക്കളെ എല്ലാവരും വിളിച്ചു വരുത്തി. 2 ദിവസം പൂർണ്ണമായ ഉപവാസം. നൈറ്റിലും പള്ളി ഇരിക്കുകയാണ്, വീട്ടിൽ പോകുന്നില്ല. അവരെല്ലാവരും വാസ്തവത്തിൽ ജീരകവെള്ളം അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും കുടിച്ചിട്ടാണ് ആ 2 ദിവസം ഇരുന്നത്. ഏതാണ്ട് 10-18ഓളം യുവാക്കളുണ്ട്. ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ യുവാവിന്, ഞാൻ പറയാൻ യുവാവിന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല. 10 മണി 11 മണിയൊക്കെ ആയിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. എപ്പോഴോ ഉറങ്ങി. ആ ഉറക്കം സ്വപ്നമായിട്ടും ദർശനമായിട്ട് മാറി, മറ്റൊന്നുമല്ല. യുവാവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഹേമം. ആ യുവാവിൻ്റെ പിതാക്കന്മാർ 5 പേര്, ഒരു മാവി 6 പേരാണ് അവളുടെ മാതാക്കന്മാർ. ഇവർ 6 പേരും തമ്മിൽ വലിയ സ്നേഹമൊന്നുമില്ല. പലപ്പോഴും സീസണൽ സ്നേഹമാണ്. ഒരു കാലഘട്ടത്തിൽ 3 പേര് ഒന്നിച്ചു കൂടും, മറ്റ് 4 പേര് വേറെ ഗ്രൂപ്പായിട്ട് നിൽക്കും. കുറേ കഴിയുമ്പോൾ അത് മാറും, വേറെ 2 പേര് ഒന്നിച്ചു കൂടും, ബാക്കി 5 പേര് പറയാൻ ഒന്നിച്ചു ചേരും. ഇങ്ങനെ പലപ്പോഴും ആ തരത്തിലുള്ള സ്നേഹത്തിൻ്റെ രാഹിത്യം, സ്നേഹമില്ലായ്മ, ബന്ധങ്ങളുടെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു കുടുംബം. ഈ യുവാവിനെ അലട്ടിയത് ആ ബന്ധമില്ലായ്മയാണ്, സ്നേഹമില്ലായ്മയാണ്. ആ രാത്രിയിൽ അദ്ദേഹം അതിരാവിലെ ഉറക്കത്തിൽ വീണ സമയത്തുണ്ട ദർശനത്തിലൂടെ, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുകയാണ്, നിൻ്റെ പിതാക്കന്മാരുടെ 6 പേരുടെയും വീട്ടിൽ പോകണം, നിൻ്റെ വീട് ഉൾപ്പെടെ 5 പേരുടെയും വീട്ടിൽ പോകണം, സംസാരിക്കണം, എന്തു പറയണം, ഈ കുടുംബത്തിൽ ദൈവസ്നേഹം ഉണ്ടാകണം, സഹോദര ബന്ധമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോകാൻ തക്കവണ്ണം പ്രേരണയുണ്ടായി യുവാവിന്. പക്ഷെങ്കിൽ ഇരുട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ പക്ഷെങ്കിൽ ഇവന് ഭ്രാന്താണെന്ന് വല്ലതും പറയും വീട്ടുകാർ. അല്പം കൂടെ ശമനപ്പെട്ടു. സൂര്യൻ ഉദിച്ചു, അല്പം വെട്ടമൊക്കെ വീണു.
അതുകൊണ്ട് തന്നെ അല്പം പ്രഭാതമൊക്കെ പൊട്ടിവിടുന്ന് കഴിഞ്ഞപ്പോഴാണ് എല്ലാം റെഡിയായിട്ട് ഈ ചെറുപ്പക്കാരൻ 5 വീടുകളിലേക്ക് പോകുന്നത്. അവിടെ പാപ്പന്മാർ 2 വീടുകളിലേ ഉള്ളൂ, ബാക്കി കൊച്ചന്മാരാണ്. എല്ലാ വീടുകളിലും പോയി, മാവിയുടെ വീട്ടിലും പോയി. ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ, 6 പേര് ഒരു സ്ഥലത്ത് ഒരു വില്ലയിൽ താമസിക്കുകയാണ്. എല്ലാവരുടെ വീടുകളിലേക്ക് പോയി കണ്ട ദർശനം വ്യക്തമായി പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഉറക്കം വന്നില്ല. അല്പം ഉറങ്ങി, പക്ഷേ ആ ഉറക്കത്തിൽ ദൈവം സംസാരിച്ചു. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ മുറിപ്പാടുകൾ മാറണം, നിങ്ങൾ സ്നേഹിക്കണം, ബന്ധങ്ങൾ ഇൻടാക്റ്റ് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം, ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി. കാരണം ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് സാക്ഷ്യമില്ലാത്ത അനുഭവത്തിൽ ആ ഒരു വിളിക്ക് മാറ്റി കുറയും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ പുറപ്പെടുമ്പോൾ ഈ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ട് എന്ന് ഈ വില്ലേജ്, ഈ ഗ്രാമം, ഈ നാട് സാക്ഷ്യം പറയണം. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ എല്ലാവരും ശിരസാവഹിച്ചു. പറയുന്ന അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത് പൊള്ള വാക്കല്ല എന്ന് മനസ്സിലായി. ഞാൻ പറയട്ടെ, വികാരിച്ചനെ പോയി കണ്ടു. പ്രിയപ്പെട്ട അച്ഛ, ഒരു വെള്ളിയാഴ്ച ഒന്നിച്ച് അമ്മച്ചി ഉള്ള തറവാട്ടിലേക്ക് കടന്നു വരണം. ഞങ്ങൾ 6 വീട്ടുകാരെ ഒന്നിച്ചവിടെ കൂടും. അവിടെ അച്ഛനൊരു റെക്കൺസിലിയേഷൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കുടുംബത്തെ കൊണ്ടുവരണം. അവിടെ അനുതാപത്തിൻ്റെ കടലൊഴുകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അങ്ങനെ ഒരു വെള്ളിയാഴ്ച, അത് രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിയത്. 82 കാര്യം ഞാൻ പറഞ്ഞു, 1982. പ്രിയപ്പെട്ട വിശ്വാസികളെ, അന്ന് ആ ഇടവകാരുടെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 6 വീട്ടുകാരും പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാ വിദ്വേഷങ്ങളും പറഞ്ഞു നിർത്തും. അവിടെ കണ്ണീരിൻ്റെ കടലൊഴുകുകയും ദൈവമുൻപാകെ അനുതാപത്തിൻ്റെ കണ്ണീർ പൊഴിച്ചെല്ലാവരും ആ പ്രായമുള്ള 88-കാരിയായിട്ടുള്ള അമ്മച്ചിയുടെ മുൻപിൽ എല്ലാ മക്കളും മരുമക്കളും തങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഈ ബന്ധങ്ങളെ ജീവിതത്തിൻ്റെ അവസ്ഥാനം കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, ഇന്ന് 42-43 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ആ കുടുംബ സ്നേഹത്തിന് നിറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സാഹോദര്യ ബന്ധങ്ങൾ ഇന്ന് ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നു. അന്ന് ദർശനം കേട്ട് ചെറുപ്പക്കാരൻ മറ്റാരുമല്ല, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബക്കാരൻ ഞാൻ പറഞ്ഞത്, എൻ്റെ ഭവനത്തിൽ 40 കൊല്ലം മുമ്പ് സ്നേഹത്തിൻ്റെ അഭാവമുണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നു. എന്നാൽ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു ആ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ നിറവിലേക്കും സാഹോദര്യ ബന്ധം കടന്നു വരാൻ തക്കമാണ്. ഇന്ന് എൻ്റെ കുടുംബം എല്ലാ സഹോദരങ്ങളുമായിട്ട് ഏറെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് 1000 സ്തോത്രം. സാക്ഷ്യമെന്ന് പറയുന്നത് സാഹോദര്യ ബന്ധങ്ങളെ കാത്ത് പരിപാലിക്കുന്നതാണ് എന്ന് അബ്രഹാം എന്നെയും നിങ്ങളെയും വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ 3-ാമത്തെ പടി എന്ന് പറയുന്നത് ചാപ്റ്റർ 14 വേഴ്സ് 22. ജെനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 22. അവിടെ അബ്രഹാം ജീവിതത്തിൽ മറ്റൊരു സാക്ഷ്യാനുഭവം കാണുന്നുണ്ട്. ബട്ട് അബ്രഹാം സെഡ് ടു ദ കിങ് ഓഫ് സോഡോം, ഐ ഹാവ് റേസ്ഡ് മൈ ഹാൻഡ് ടു ദ ലോർഡ് ഗോഡ് മോസ്റ്റ് ഹൈ, ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, and have taken an oath that I will accept nothing belonging to you, not even a thread or the thong of a sandal, so that you will never be able to say, I made Abraham rich. സോദോം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിൻ്റെ മുമ്പിൽ അബ്രഹാം പറഞ്ഞതായിട്ട് വാക്കുകളാണ് ഞാൻ വായിച്ചത്. രാജാവേ, നീ എന്നെ റിച്ച്, സമ്പന്നൻ ആക്കിയെന്ന് പറയാതിരിക്കാനായിട്ട് നീ തരാമെന്ന് പറഞ്ഞതായിട്ടുള്ള ഈ വകയിൽ ഒരു ചെരുപ്പിൻ്റെ വാറോ പോലും ഞാൻ എടുക്കയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഇതാ സത്യം ചെയ്യുമെന്ന് പറഞ്ഞ് 2 കൈ ഉയർത്തിക്കൊണ്ട് സത്യം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുകയാണ്. അവിടെ ഒരു സൈഡിൽ 4 രാജാക്കന്മാരുടെ അലയൻസാണ്, എഗൻസ്റ്റായിട്ട് 5 രാജാക്കന്മാരുടെ കൂട്ടുകെട്ടാണ്. 4 പേർ ശിനാർ, എലാസർ, ഏലാം, ജാതികൾ രാജാവ്. ഇതാണ് 4 പേരുടെ കൂട്ടുകെട്ട്. മറുഭാഗത്തായിട്ട് സോദോം, ഗൊമൊറ, ആത്മ, സെബോയിം, മോല, ഇങ്ങനെ 5 കൂട്ടരുടെ കൂട്ടുകെട്ടാണ്. ഈ 4 രാജാക്കന്മാർ യുദ്ധം ചെയ്ത് 5 പേരെ തോൽപ്പിക്കുകയാണ്. ആ കൂടെ സോദോമിലെ രാജാവും അവിടെയുള്ള പരിവാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സോദോമിലെ രാജാവിനെ തോൽപ്പിച്ച ശേഷം അവിടെയുള്ള ആളുകളെ എല്ലാം ബന്ദികളായി കൊണ്ടുപോവുകയും സ്വർണം, വെള്ളി എന്നിവയെല്ലാം അവർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു.
ആ കൂട്ടത്തിൽ ലോത്തും അവൻ്റെ കുടുംബാംഗങ്ങളുമുണ്ട്. ഈ വർത്തമാനം അബ്രഹാം കേൾക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, 318 അഭ്യാസികളുമായി ചെന്ന് ഈ 4 കൂട്ടരോട് യുദ്ധം ചെയ്ത് സോദോമിലെ സകല വസ്തുക്കളും തിരിച്ചു പിടിച്ച് ലോത്തിനെയും കുടുംബാംഗങ്ങളെയും വിമോചിപ്പിച്ച് ജനങ്ങളെയും ലിബറേറ്റ് ചെയ്തുകൊണ്ട് മടങ്ങി വരികയാണ്. സോദോം രാജാവിൻ്റെ അടുത്ത് വരുമ്പോൾ സോദോം രാജാവ് വളരെ ശ്ലാഘിക്കുന്നുണ്ട് അബ്രഹാമിനെ. നിനക്ക് ഈ കഴിവ് തന്നത് ദൈവമാണ്, യഹോവ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ ശ്ലാഘിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെയൊക്കെ എനിക്ക് വിട്ടു തരിക, കൊണ്ടുവന്ന വെള്ളിയും സ്വർണവും പൊന്നുമെല്ലാം നിനക്കിരിക്കട്ടെ എന്ന സോദോം രാജാവ് പറയുകയാണ്. നിശ്ചയമായിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ 2 കൈ നീട്ടി അത് വാങ്ങിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പോയേനെയും. വാസ്തവത്തിൽ അബ്രഹാമിനെ നമ്മളിനെ വ്യത്യസ്തനാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൈ നീട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, രാജാവിന് മുമ്പ് കൈ നീട്ടാതെ അവൻ കൈ ഉയർത്തിയത് സ്വർഗത്തേക്കാണ്. ദൈവനാമത്തിൽ അവൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല. കാരണം നാളെ നീ പറയും അബ്രഹാം സമ്പന്നനായത് ഞാൻ കൊടുത്ത വക കൊണ്ടാണ് എന്ന് പറയും. അതുകൊണ്ട് എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. എന്നെ റീച്ചാക്കാനായിട്ട് സമ്പന്നനാക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നിദ്രാന്ന് പറഞ്ഞ വകയിൽ എനിക്ക് ഒന്നും വേണ്ട എന്ന് അബ്രഹാം ഇവിടെ രാജാവിനോട് കർശനമായി ഖണ്ഡിതമായി പറയുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇൻ ദ വേ ഓഫ് ഏർണിംഗ് വെൽത്ത് Abraham kept purity and honesty. അബ്രഹാമിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ധനത്തിൻ്റെ ആഗമന കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശുദ്ധിയും വിശ്വസ്തതയും പാലിച്ചു എന്നുള്ളതാണ്. അതാണ് അബ്രഹാമിനെ നമ്മൾ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അതുകൊണ്ട് ഇവൻ രാജാചരാന്ന് പറഞ്ഞായിട്ടുള്ള വകയിൽ ഒന്നും എനിക്ക് വേണ്ട, ദൈവം എന്നെ വിളിച്ചു, അവൻ എനിക്ക് മതിയായവനാണ് എന്നുള്ള വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ സമ്പത്തിൻ്റെ ആഗമന കാര്യത്തിൽ സാക്ഷ്യം പറയുന്നു. അവൻ പൂർണ്ണമായ വിശുദ്ധിയും വിശ്വസ്തതയും ആ കാര്യത്തിൽ പാലിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം വിശുദ്ധി നമുക്ക് ധനത്തിൻ്റെ ആഗമന കാര്യങ്ങൾ പാലിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് പ്രസക്തമായ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തോളം വിശ്വസ്തതയിൽ ധനത്തിൻ്റെ ആഗമന കാര്യത്തിൽ വിശ്വസ്തത പുലർത്താൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവാത്മാവിൽ എന്നോട് ഞാനും നിങ്ങളും ചോദിക്കുക. ഞാൻ 40 വർഷം മുമ്പ് കേട്ടതായിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട്. ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് ഞാൻ അച്ഛനാകുന്നതിന് മുമ്പായിട്ട് സെമിനാരിയിലെ പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു പള്ളിയിൽ ചെന്ന് അവിടുത്തെ ഒരു ഇടവമിഷൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയാണ്. ആ കൂട്ടായ്മ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവസാന ഭാഗത്തെ സാക്ഷ്യത്തിൻ്റെ അവസരമുണ്ട്. കെ വി ചാക്കോ എന്ന് പറയുന്നതായിട്ടൊരു മനുഷ്യൻ്റെ സാക്ഷ്യം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഇന്നും ഏതാണ്ട് 40 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഞാൻ ആ സാക്ഷ്യം ഓർത്തിരിക്കുന്നത് അതിൻ്റെ വാസ്തവത്തിലുള്ള ദൈവാത്മാവിലുള്ള ഒരു സാക്ഷ്യം ആയിരുന്നത് കൊണ്ടാണ് എന്ന് പ്രത്യേകിച്ച് പറയട്ടെ. എക്സ് എയർഫോഴ്സുകാരനാണ് കെ വി ചാക്കോ. 32 വർഷക്കാലം എയർഫോഴ്സിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, എക്സ് എയർഫോഴ്സുകാർക്കൊരു പ്രിവിലേജ് ഉണ്ട്. അവർ നേവൽ ബേസ് അവരുടെ ക്യാൻറ്റീനിൽ നിന്ന് അവർക്ക് എല്ലാ മാസവും കൺസെഷൻ റേറ്റിലെ സാധനങ്ങൾ ലഭിക്കും. കൂടെ അവർക്ക് 5-6 കുപ്പി ലിക്വറും കിട്ടും. എല്ലാ മാസവും 2-3 തീയതി ആകുമ്പോൾ പ്രിയപ്പെട്ട കെ വി ചാക്കോ തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ആദ്യത്തെ ട്രെയിൻ ചെങ്ങന്നൂരിൽ നിന്ന് പിടിച്ചിട്ട് അദ്ദേഹം കൊച്ചിൻ നേവൽ ബേസിലേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. കൂടെ അദ്ദേഹം 6 കുപ്പി മദ്യവും വാങ്ങിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ടവന് പുകവലിക്കുന്ന വ്യക്തിയല്ല, അവൻ ലിക്വർ അടിക്കുന്ന വ്യക്തിയല്ല, അവൻ പൂർണ്ണമായിട്ട് വിശുദ്ധനായ മനുഷ്യനാണ്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ അച്ഛനോട് ചേർന്ന് നസ്തി ചെയ്യുന്നതായിട്ടുള്ള വ്യക്തിയാണ്. ഇടമിഷന് സന്ധ്യമായി നേതൃത്വം കൊടുക്കുന്നതായിട്ട് വ്യക്തിയാണ്. പ്രസംഗിക്കാൻ തക്കവണ്ണം കഴിവുള്ളതായിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രിയപ്പെട്ട ദാസിൻ്റെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവത്തിൽ ഇതിലൊക്കെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞ് ഉപദേശിമാരും അച്ഛന്മാരൊക്കെ ബന്ധപ്പെടുന്നത് കൊണ്ട് ഇതേപ്പറ്റി അദ്ദേഹം പറയുമായിരുന്നു. അത് ശരിയാണോ എന്ന് ചോദിക്കുമായിരുന്നു. അദ്ദേഹം ന്യായീകരണമൊക്കെ പറയുമായിരുന്നു. ഇത് 2 വർഷം അദ്ദേഹം തുടർന്നു പോയി. എന്നാൽ 2ാമത്തെ വർഷം സംഭവം ഉണ്ടായി. ഈ മനുഷ്യൻ്റെ സാക്ഷ്യം നീളുകയാണ് പ്രിയപ്പെട്ടവരെ. അത് അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം രാവിലെ ഞാൻ ഇതുപോലെ കൊച്ചിയിലേക്ക് പോകാൻ തക്കവണ്ണം ഒരുങ്ങി രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുങ്ങുന്ന സമയത്ത് സൂര്യൻ്റെ പ്രഭാത കിരണങ്ങൾ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് റൂഫിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്നതായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ റൂഫിന് സംഭവിച്ചെന്ന് മനസ്സിലായി. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ തലേ ദിവസം രാത്രി നല്ലൊരു മഴ പെയ്തു, നല്ല കാറ്റുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ച് പുലർക്കുമാറ് അദ്ദേഹം കഴിഞ്ഞ 3-4 മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ കൃഷി ചെയ്തതായിട്ട് സകല കൃഷിയും കംപ്ലീറ്റ് നിലം പറ്റി കിടക്കുകയാണ്. അത് മാത്രമല്ല, വീടിൻ്റെ ഒരു ഭാഗത്തുള്ള ഓടും റൂഫ് എല്ലാം ഈ കാറ്റത്ത്
പറന്നുപോയി അത് താഴെ വീണ് പൊട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് വീടിന് നാശമുണ്ടായി, കൃഷിക്കും പൂർണ്ണ നാശമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദനയിൽ അദ്ദേഹം തൊട്ട് തെക്കുവശത്തുള്ള അയൽവാസിയുണ്ട്, ഒരു ഹിന്ദുവാണ്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. ചെന്ന് ചോദിച്ചു, പ്രിയപ്പെട്ട പിള്ളേച്ച, ഇന്ന് രാത്രി വലിയ മഴയും കാറ്റൊക്കെ പെയ്തല്ലോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇവിടെ കാറ്റടിച്ച് മഴ പെയ്ത പക്ഷെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായി, ഇവിടെ പുരയിടത്തിലും എൻ്റെ വീടിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അല്പം വിഷണനായി, കാരണം എനിക്ക് മാത്രം എന്തായി പ്രശ്നം. അദ്ദേഹം വടക്ക് ഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയിൽപ്പെട്ടതായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയുടെ അദ്ദേഹം ഇടവാംഗമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ വിളിച്ചുണർത്തി ചോദിച്ചു, കഴിഞ്ഞ രാത്രി വലിയ മഴയും കാറ്റുമൊക്കെ ഉണ്ടായല്ലോ, എന്തെങ്കിലും പ്രയാസം വല്ല ഉണ്ടായോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മഴ പെയ്ത് എനിക്കറിയാം, കാറ്റ് ഓടിച്ചു, പക്ഷേ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. വാസ്തവത്തിൽ തെക്കും വടക്കുമുള്ള അയൽവാസികൾ പ്രശ്നമുണ്ട്, എനിക്ക് വലിയ ആശ്വാസമുണ്ട്. അതുകൊണ്ട് ചാക്കോച്ചൻ വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാതെ നിരാശപ്പെടുക, കാരണം എനിക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം വന്നത്. അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യയും വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഭാര്യ പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വിശ്വാസിയാണല്ലോ. പായിട്ടു ആ വീടിൻ്റെ തറയിൽ പായിട്ടുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ സമയത്ത് ഭാര്യ ഒരു കാര്യം പറഞ്ഞു. പ്രാർത്ഥനയിൽ, ദൈവം തമ്പുരാനെ, പാപത്തിൻ്റെ പണത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ തീരുമാനിക്കട്ടെ കർത്താവേ, ഈ അന്യായത്തിൻ്റെ പണം ഞങ്ങൾക്ക് വേണ്ട. തുറന്ന് പ്രാർത്ഥിച്ച ഗവിച്ചാക്കോയൻ തുറന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനും ഇത് ഏറ്റെടുക്കുന്നത് കർത്താവേ, അന്യായത്തിൽ ലാഭം എനിക്ക് വേണ്ട കർത്താവേ. ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുതെന്ന്. പക്ഷെങ്കിൽ വട്ടത്തിലുള്ള പൈസ കിട്ടുന്നത് കൊണ്ടും അന്ന് വലിയ പെൻഷൻ ഇല്ലാത്തത് കൊണ്ടും ഇത് ഞാൻ തുറന്നു പോയ സംഗതിയാണ്. ഈ പ്രിയപ്പെട്ട ഗവിച്ചാക്കോയുടെ സാക്ഷിയോടൊന്നും എനിക്ക് നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 2.5-3 വർഷമായി എൻ്റെ 2 ആൺമക്കൾ അവരുടെ ഡിഗ്രി കോഴ്സും PG കോഴ്സും കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇളയ അനിയനോട്, അന്ന് അബുദാബിയിലുള്ള അനിയനോട് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. എന്തിനു വേണ്ടി? NOC, അന്ന് പറഞ്ഞ NOC എന്നാണ് പറഞ്ഞത്, NOCക്ക് വേണ്ടി അബുദാബിയിലേക്ക് പോകാനായിട്ട്. എന്നാൽ ഈ അന്ന് കാലഘട്ടത്തിൽ വാട്സപ്പും ഈ പറഞ്ഞ പോലുള്ള ഇൻ്റർനെറ്റൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് കത്തുകൾ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ. ഇളയ അനിയൻ പലപ്പോഴും കത്തെഴുതും, എൻ്റെ വേയിച്ചായ വിസ അല്ലെങ്കിൽ NOC കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ചെല്ലുമ്പോൾ ഒന്നല്ല പലവട്ടം ഇപ്പോൾ തടസ്സങ്ങൾ നേരിട്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ജ്യേഷ്ഠ എന്നാണ് കത്തിലെ സാരമെന്ന് പറയുന്നത്. അത് അത്തരത്തിൽ 2 കൊല്ലം തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിസായ്ക്ക്. എന്നാൽ എപ്പോൾ മോളിയും അതുപോലെ KV ചാക്കോയും ഈ കാറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ നഷ്ടത്തിൻ്റെയും മധ്യത്തിൽ മുഴങ്കാലം മടക്കി ദൈവം മുൻപാകെ ഈ അന്യായത്തിൻ്റെ പണം വേണ്ട എന്ന് തീരുമാനിച്ചോ, വിത്തിൻ 1 month 30-ാം ദിവസം മൂത്ത മകൻ NOC ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അല്പം കഴിഞ്ഞ് 45-ാം ദിവസം 2ാമത്തെ മകൻ NOC ലഭിച്ചു. ചാക്കോച്ചൻ പറഞ്ഞു, എൻ്റെ 300 രൂപയേക്കാൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഉന്നതമായ ജോലി ഗൾഫിൻ്റെ പ്രദേശത്ത് ഒരുക്കി കൊടുത്തവനാണ് എൻ്റെ കർത്താവ്. അന്യായത്തിൻ്റെ ലാഭം വേണ്ട എന്നിവിടെ വയ്ക്കുമോ? തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ചാക്കോച്ചനും സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് ആ സാക്ഷ്യം എൻ്റെ ഇന്നും വാസ്തവത്തിൽ എൻ്റെ ഈ കർണപടങ്ങളിൽ മുഴങ്ങിയാണ് പ്രിയപ്പെട്ടവരെ. അബ്രഹാം ധനത്തിൻ്റെ ആഗമന കാര്യത്തിൽ വിശുദ്ധിയും വിശ്വസ്തതയും പാലിച്ചു. നിങ്ങൾ അധ്യായം തുറന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത അധ്യായത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ തീരുമാനം അബ്രഹാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനോട് പറയുന്നത്, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ അന്യായത്തിൻ്റെ അല്ലെങ്കിൽ ന്യായമല്ലാത്ത സമ്പത്ത് വേണ്ട എന്ന് വെച്ചവനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാനാണ് നിൻ്റെ പരിച, നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഐ ആം യുവർ ഷീൽഡ് ആൻഡ് യുവർ ഗ്രേറ്റ് റിവാർഡ് എന്ന് അബ്രഹാം പറഞ്ഞ ദൈവമാണ്. എന്നിട്ട് പറഞ്ഞു, നീ വാ ഇങ്ങോട്ട്. രാത്രിയിൽ അവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ലുക്ക് അറ്റ് ദ സ്കൈ. എവിടെ നോക്കാൻ പറഞ്ഞു? ക്യാൻ യു കൗണ്ട് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ? നിനക്ക് ഈ നക്ഷത്രങ്ങളെ കഴിയുമോ? അവനറിയാം എണ്ണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ ഞാൻ നിന്റെ സന്താനങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ദൈവം തമ്പുരാൻ. തലമുറയെ അനുഗ്രഹിക്കുന്നവനായ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇതുപോലെ ഈ ആകാശത്ത് കാണുന്ന താരങ്ങളെ പോലെ നിനക്ക് എണ്ണിക്കൂടാതെ വണ്ണം മക്കളെ നൽകാൻ ഞാൻ വിശ്വസ്തനാണ് എന്ന് ദൈവം പറയുകയാണ്. ഞാൻ ഇത് നിന്റെ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ് എന്ന് പറയുന്നു. എവിടെയായി സംഭവിച്ചത്? ധനത്തിൻ്റെ ആഗമന കാര്യത്തിൽ വിശ്വസ്തതയും വിശുദ്ധിയും പാലിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഐ ആം യുവർ ഷീൽഡ് ആൻഡ് യുവർ ഗ്രേറ്റ് റിവാർഡ് എന്ന് അബ്രഹാമിനോട് പറയുകയാണ്. 4-മതായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിയതായിട്ട് അബ്രഹാം സാക്ഷ്യ അനുഭവത്തിൽ അവൻ
നൽകുന്നതായിട്ടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് ചാപ്റ്റർ 14:20b 14-ാം അധ്യായത്തിൻ്റെ വാക്യം ഇതിൻ്റെ അവസാന ഭാഗത്താണ്. Then Abraham gave him a tenth of everything. അതായത് മൽക്കീസേദെക്ക് എന്ന സോദോമിലെ രാജാവും പുരോഹിതനുമായിരിക്കുന്ന വ്യക്തിക്ക് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി നൽകപ്പെട്ട സമ്പത്തിൻ്റെ 10-1 കൃത്യമായി വേർതിരിച്ചുകൊണ്ടുള്ള ഒരു സാക്ഷ്യ നിർവഹണമാണ് അബ്രഹാമിൽ നമുക്ക് ഈ 14-ാം അധ്യായം വ്യക്തമായി ദർശിക്കുന്നത് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ ഗിവിങ് ഇസ് എ പ്രിവിലേജ്. ദൈവത്തിന് വേണ്ടി കൊടുക്കുക, ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഗ്രേസാണ്. ആ ഗ്രേസ് കിട്ടിയവർക്കെല്ലാം കൊടുക്കാൻ തക്കോണം സാധ്യമല്ല. വിശുദ്ധ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. പഴയ നിയമത്തിൽ പറയുമ്പോൾ ടൈത്താണെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കേണ്ട അമർത്തക്കൂലിക്ക് നല്ല അളവ് കൊടുക്കുക കർത്താവിന് ദൈവ നിലയ്ക്ക് വേണ്ടി. ക്രിസ്ത്യൻ ഗിവിങ് ഇസ് എ ബ്ലെസ്സിങ്. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് എവിടെ ധനത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധി പാലിച്ചെങ്കിൽ ആ കാര്യത്തിൽ 10-1 ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതായിട്ട് അബ്രഹാമിൻ്റെ സാക്ഷ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിനെ ദൈവം തമ്പുരാൻ ഏറെ ഐശ്വര്യമായി അനുഗ്രഹിച്ചത് എന്ന് ഓർത്തിരിക്കുക. അധ്യായങ്ങൾ പലത് കഴിയുമ്പോൾ നാം വീണ്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ടൈത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചതായിട്ടുള്ള അബ്രഹാം 85 ഒരു ചെറുപ്പക്കാരൻ സെമിനാരി പഠനം കഴിഞ്ഞ പട്ടക്കാരനായിട്ട് മാറി. തമിഴ്നാട്ടിലുള്ള അമ്പിളിക്ക് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു പുതിയ പോസ്റ്റിംഗാണ് അവിടെയുള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിലെ ആളുകൾക്ക് വേണ്ടിയും അല്പം അകലെയുള്ള വാൽപ്പാറ എന്ന് പറയുന്ന മിഷൻ ഫീൽഡിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടിയും വേറെ ഉടുമൽപേട്ട എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മിഷൻ ഫീൽഡിന് വേണ്ടിയും നിയമിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പട്ടക്കാരൻ. അദ്ദേഹം ചെന്നതിന് ശേഷം 6-ാം മാസം വിവാഹം കഴിച്ചിട്ട് ഭാര്യയുമായിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടുള്ള പോസ്റ്റിംഗ് ആണല്ലോ. അതുകൊണ്ട് സഭയുമായിട്ടുള്ള ധാരണയിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരികൾ സംഭാഷിച്ച ശേഷം അച്ഛന് ക്യാമ്പസ് താമസിക്കുന്നതൊക്കെ സൗകര്യപ്പെടുത്തില്ല, വേറൊരു വാടക വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ധാരണ ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചു. വാടക ആര് കൊടുക്കും എന്ന് പറഞ്ഞില്ല. അച്ഛനും കൊച്ചുമയും അങ്ങനെ വട്ടം കെട്ടിയതിന് ശേഷം ആദ്യത്തെ പോസ്റ്റിങ്ങിലേക്ക് അതുമായി ബന്ധപ്പെട്ട് അമ്പിളിക്കയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. 1-ാം മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓണർ അച്ഛൻ്റെ അടുത്ത് വന്നു, ഇതിൻ്റെ വാടക തരണമെന്ന് പറഞ്ഞു. അച്ഛൻ കൈമലർത്തി, എനിക്കറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അവരെ ഏതൊരു ക്രമീകരണത്തിൽ ഈ അച്ഛനോട് വന്നു, ആ പറഞ്ഞത് ആളുകൾ അടുക്കള പറഞ്ഞു വിട്ടു. അവരും കൈമലർത്തി, ഇത് സഭയിൽ തരേണ്ടതാണ്, ഞങ്ങളല്ല കൊടുക്കേണ്ടതെന്ന് ഈ കോളേജിലെ ഈ മെഡിക്കൽ സ്ഥാപനത്തിലെ അധികാരികൾ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് 1, 2, 3, 4, 5 മാസങ്ങൾ തുടർന്നു. 2-ാം മാസമായപ്പോൾ അദ്ദേഹം അല്പം ക്രുദ്ധനായി ഓണർ അച്ഛനോട് ശകാരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. 3-ാം മാസം വല്ലാണ്ട് വന്ന് അസഭ്യം പറഞ്ഞു അച്ഛനെ. രണ്ടുപേരും ആകപ്പോൾ പേടിച്ചുപോയി. 4-ാം മാസമായപ്പോൾ അവർ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് വാസ്തവത്തിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയല്ലോ. കാരണം സഭാകേന്ദ്രത്തിലേക്ക് കത്തുകൾ പലതയച്ചിട്ടും യാതൊരു മറുപടിയുമില്ല. ഈ ശമ്പളം ഈ പറഞ്ഞതായിട്ട് വാടകയ്ക്കുള്ള ആ എമൗണ്ട് കൊടുക്കത്തക്കവണ്ണം കഴിയുന്നില്ല. അച്ഛനും അതുപോലെ തന്നെ അവിടെയുള്ള അധികാരികൾക്കിടയിൽ അച്ഛൻ കിടന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഇങ്ങനെ വിഷമം ഏറിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊച്ചമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പ്രശ്നങ്ങൾ നീണ്ടു പോവുകയാണ്, നമ്മളെ വല്ലാണ്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഓണർ ആരാണ് കൊടുക്കേണ്ടത്? എത്ര കത്ത് നമ്മൾ എഴുതി, ഒരു റിപ്ലൈയും കിട്ടുന്നില്ലല്ലോ എന്നാണ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും വിഷമം. ആ സമയത്ത് അവർ അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം, അന്ന് പള്ളി പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാനായിട്ട് അവർ ഭായിട്ട് നിലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ കൊച്ചമ്മ അഴിയാ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശമ്പളം ദശാംശം ഇന്ന് തൊട്ട് മാറ്റിവെക്കാം. പ്രിയപ്പെട്ട അവർ ബോക്സ് എടുത്തു. അന്ന് കിട്ടുന്നത് 2300 രൂപയാണ്. 230 രൂപ അവർ മാറ്റി ഈ ബോക്സിലേക്ക് ഇട്ടു. അതിന് ശേഷം അത് മാറ്റിവെച്ചു. ഭക്ഷണം കഴിക്കാനായിട്ട് കൊച്ചമ്മ അടുക്കളയിലേക്ക് പോവുകയാണ്. ആ അവസരത്തിൽ ഫ്രണ്ട് ഡോറിൽ ഒരു നോക്ക് കേൾക്കാം, ബെൽ റിങ് ചെയ്തു. അപ്പോൾ അച്ഛൻ ചെന്ന് ഡോർ തുറന്നപ്പോൾ ഒരു പോസ്റ്റ്മാൻ നിൽക്കുന്നത്. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, രജിസ്ട്രേഷൻ ഒരു കത്തുണ്ടെന്ന് പറഞ്ഞു. അച്ഛന് അത് ഒപ്പിട്ട് വാങ്ങിച്ചു. എവിടെ നിന്നാണിത്? സഭാ ആസ്ഥാനത്ത് നിന്നാണ്. അച്ഛന് കത്ത് ആ കവർ പൊട്ടിച്ചു. അത് ഉള്ളിലെ അതിൻ്റെ കണ്ടൻറ്റ് വലിച്ചെടുത്തു. നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 6 മാസത്തെ വാടകയും
തുറന്നുള്ള 3 മാസത്തേക്കുള്ള അഡ്വാൻസ് എമൗണ്ടും ഈ ചെക്കിൽ തുകയായി രേഖപ്പെടുത്തിയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, എപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി ദശാംശം മാറ്റിവെക്കുമെന്ന് തീരുമാനിച്ചു, വിത്തിൻ സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സ് ദൈവം അച്ഛൻ വിഷമങ്ങളെ മാറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓർക്കുക, ധനത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത പാലിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. വിവാഹത്തിൻ്റെ കുദാശയുടെ അവസാന സമയത്ത് മർത്തമ്മ സഭയുടെ ലിറ്റർജിയിൽ പ്രത്യേകം പറഞ്ഞ്, നിങ്ങൾ പണം, സമയം, കഴിവ് ഇവയിൽ ദൈവത്തിൻ്റെ സ്റ്റുവേർഡ്സാണ് നിങ്ങൾ. അതുകൊണ്ട് പണത്തിൻ്റെ അംശം മാറ്റിവെച്ച് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മോട് പലപ്പോഴും ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നത് സാക്ഷ്യത്തിലെ പരാജയമായി നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കാം. ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 1 and 2, ഉൽപ്പത്തി 22 1-2 വാക്യങ്ങൾ. അനദർ സ്റ്റെപ്പ് ഇൻ ദ വിറ്റ്നസ് ഓഫ് ഇബ്രഹാം. ഈ എബ്രഹാമിൻ്റെ സാക്ഷ്യാനുഭവത്തിലെ മറ്റൊരു സ്റ്റെപ്പ്, ഒരു നാഴികക്കല്ല് കാണുന്നുണ്ട്. ആ വാക്യപ്രകാരമാണ് ഉൽപ്പത്തി 22 ആദ്യത്തെ 2 വാക്യങ്ങൾ. സം ടൈം ലേറ്റർ God tested Abraham. He said to him, Abraham, here I am. He replied, take your son, your only son Isaac, whom you love, and go to the region of Moriah. Sacrifice him there as a burnt offering on one of the mountains I will tell you about. അബ്രഹാമേ, നീ നിൻ്റെ ഏകജാതനായിട്ടുള്ള മകനെ ഞാൻ കാണിപ്പാൻ ഇരിക്കുന്നതായിട്ടുള്ള മോറിയ ദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ആ മലയിൽ എനിക്ക് യാഗം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്നതായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം കേൾക്കുകയാണ്. വല്ലാത്ത ഒരു അഗ്നി പരീക്ഷ, വിശ്വാസത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പരീക്ഷ. എ റഫ് ടെസ്റ്റ് ആൻഡ് എ ടഫ് ടെസ്റ്റ്. അബ്രഹാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടെസ്റ്റാണിത്, വല്ലാത്ത ഒരു അഗ്നി പരീക്ഷ. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനയെ അക്ഷരം പ്രതി അനുസരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നോ ഡൗട്ട്, നോ ക്വസ്റ്റ്യൻസ്. റീസണിങ് കൊണ്ട് വാസ്തവത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു അബ്രഹാമിന്. യുക്തി കൊണ്ട് ചോദിക്കാമായിരുന്നു. എന്താ ചോദിക്കാമായിരുന്നു? എന്നെ രാസയിൽ വിളിച്ചിറക്കി ആകാശത്തേക്ക് നോക്കുക, നിനക്ക് താരങ്ങളെ എണ്ണാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് ഇതുപോലെ സന്താനങ്ങളെ ആക്കാമെന്ന് പറഞ്ഞ ദൈവം തമ്പുരാനെ, ആകപ്പാട് ഒരു തരിയെ, ഒരു ആൺകുഞ്ഞിനെ തന്നതിന് ശേഷം നീ എന്നോട് അവനെ ബലികഴിക്കാൻ തക്കവണ്ണം പറഞ്ഞാൽ നിന്റെ വാഗ്ദാനങ്ങൾ പൊള്ളയായും നീ പറഞ്ഞ പോലെ മണ്ടനായും തീരുകയില്ലേ എന്ന ബുദ്ധി കൊണ്ട് ചോദിക്കാമായിരുന്നു അബ്രഹാമിന്. പക്ഷേ നമുക്കറിയാം, ഹി ഡിഡ്ന്റ് ആസ്ക് എനി ക്വസ്റ്റ്യൻ. യുക്തി കൊണ്ട് ചോദിച്ചില്ല, പിന്നെ ഭക്തി കൊണ്ടവൻ അനുസരിച്ചു. നമ്മൾ കാണുന്നത് അവൻ ഭക്തിപൂർവ്വം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിച്ച കാഴ്ചയാണ് നമ്മൾ അധ്യായം 22 കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുന്നു എന്താണ് ദൈവത്തിൻ്റെ പ്രോമിസ് തെറ്റായി അല്ലെങ്കിൽ പൊള്ളയായി തീരത്തക്കവണ്ണം നീ എന്നോട് എന്തിനാണ് ഇത് ചോദിച്ചത് എന്ന് ചോദിക്കാതെ പൂർണ്ണമായി അടിയറ പറഞ്ഞ് സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്ത് എ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ സബ്മിഷൻ ബിഫോർ ഗോഡ് യാഹ്വേ, ദൈവം മുൻപാകെ സമ്പൂർണ്ണമായി സമർപ്പിച്ച ശേഷം ഇവൻ മകനെയും കൊണ്ട് യാത്ര പോവുകയാണ് മോറിയ മലയിലേക്ക്. നമുക്ക് ആ കാഴ്ച ഒന്ന് ഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. വഴിക്ക് വെച്ച് ഏതാണ്ട് ആ യാത്ര തീരുന്ന സമയത്ത് ഈ മോന് ചോദിച്ചു അബ്രഹാമിനോട്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, യാഗം കഴിക്കാൻ ആടെവിടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാവന ഞാൻ പറയട്ടെ, അബ്രഹാം തിരിഞ്ഞ് അവൻ നിന്ന് കാണും. അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരായിട്ട് ഒഴുകിക്കാണും. കാരണം മോൻ കാണരുത്. കാരണം ഈ ചോദ്യം അവൻ്റെ ഹൃദയത്തെ പിളർക്കുന്ന ചോദ്യമായിരുന്നു. ഒരു കത്തി കൊണ്ട് ഹൃദയം കുത്തുന്ന പോലുള്ള വേദന ഒരു പക്ഷെങ്കിൽ അബ്രഹാം ഈ മകൻ ചോദ്യത്തിന് മുമ്പിൽ അനുഭവിച്ച് കാണും. എന്നിട്ട് പറഞ്ഞു, മോനെ ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ അവിടെ കാണുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരമാണ് അവിടെ കേൾക്കുന്നത്. I swear by myself, declares the Lord, that because you have done this and have not withheld your son, your only son, I will surely bless your descendants as numerous as the stars in the sky and as the sand on the seashore. അബ്രഹാം ഈ മകനെ ബലി കഴിച്ചു കഴിഞ്ഞു. ദൈവം പറഞ്ഞു, നീ ബലി കഴിച്ചു, അതുകൊണ്ട് നീ എൻ്റെ വാക്ക് കേട്ട് നീ എന്നെ അനുസരിച്ചത് കൊണ്ട് സന്താനങ്ങളെ ഞാൻ കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിപ്പിക്കും എന്നുള്ള ദൈവത്തിൻ്റെ സ്വരമാണ് അബ്രഹാം ഇവിടെ കേൾക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, തലമുറയെ
അബ്രഹാമിനെയും ദൈവം അനുഗ്രഹിച്ചു. വിറ്റ്നസിങ് ഈസ് പെർഫെക്റ്റ് ഒബീഡിയൻസ് ടു ഗോഡ്. സാക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കലാണ് എന്ന് ഒരിക്കലും മറന്നു കളയരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ പ്രത്യേക സന്ധിയെങ്കിൽ നമ്മൾ ധ്യാനിച്ചത് എങ്ങനെയാണ് വിശ്വാസ സാക്ഷ്യം എന്നുള്ളതാണ്. ഏറ്റവും മോഡലായി എന്നതിന് മുമ്പിലുള്ളത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ്. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ കാട്ടുന്നതായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ പടവുകൾ ഞാൻ പറഞ്ഞത്. അബ്രഹാം ആരാധനിക ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകി. He prioritized worship as number one in his life. He kept intact the brother relationship. സഹോദര ബന്ധങ്ങളെ അവൻ ഭംഗിയായി കാത്തു സൂക്ഷിച്ചു. സമ്പത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശുദ്ധി ആൻഡ് ഹോണസ്റ്റി അവൻ പാലിച്ചു. He kept honesty and purity in the wealth and in the financial matters. He gave tithe of everything. ദശാംശം എല്ലാ വകയിലും അവൻ ദൈവത്തിന് കൊടുത്തു. മാത്രമല്ല, ദൈവം കൽപ്പിച്ചപ്പോൾ എ കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് സബ്മിഷൻ, എ പെർഫെക്റ്റ് ഒബീഡിയൻസ്. ആദ്യജാതനായ ഏകമകനെ അവൻ ബലി കഴിച്ചു ദൈവത്തിന് വേണ്ടി. ഈ തരത്തിൽ ജീവിതത്തിൻ്റെ യാത്ര, വിശ്വാസയാത്രയിൽ അബ്രഹാമിനെ പോലെ സാക്ഷ്യമാണ് ദൈവാന്തക്കോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഇന്നും എന്നും സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾപ്പാനായിട്ട് ഇടയായല്ലോ. ഇപ്പോൾ ഗായകസംഘം ഒരു പാട്ട് പാടുമ്പോൾ നമ്മുടെ സ്തോത്ര കാഴ്ചകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രണ്ടാമത്തെ പാട്ട് പാടി സ്തോത്രാഴ്ച